തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദക്ഷിണേന്ത്യ സഭ ഈ ദിനം ചിന്തിക്കുന്ന വിഷയം 2 തിമോഥെയോസ് 2:14 മുതൽ 26 വരെയുള്ള വാക്യത്തിൽ അതിൽ നിന്നും ഒരു സാമുദായിക ഐക്യം. 2 തിമോഥെയോസ് 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കാം. ഇവിടുത്തെ ഓരോ ക്രിസ്ത്യാനിയും, ഓരോ വിശ്വാസിയും, ഓരോ ശുശ്രൂഷകനും, താഴ്ത്തട്ട് തൊട്ട് മേൽത്തട്ട് വരെയുള്ളവർ കർത്താവിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ നിന്നാൽ ഒരു വലിയ ഐക്യം നമ്മൾക്കൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അവിടെ പറഞ്ഞിരിക്കുന്ന 2 തിമോഥെയോസ് 2:14 മുതൽ 26 വരെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ദ പർപ്പസ് ഓഫ് ദ ജെന്റിൽ ആൻഡ് പേഷ്യൻ്റ് കറക്ഷൻ ഈസ് റെമഡിയൽ, ടു ബ്രിങ് റിപ്പൻറ്റൻസ്, ടു അക്നോളജ് ദ ട്രൂത്ത്, ടു റിലീസ് ഫ്രം സൈറ്റാൻസ് ട്രാപ്പ്. ഒരു സാമുദായിക ഐക്യം അവിടെ അങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഭാരതത്തിലുള്ള റിസോഴ്സസ് നമ്മൾക്ക് ഉപയോഗിക്കുവാൻ നമ്മൾക്ക് കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കണമെന്നുള്ള ആ വലിയ ചിന്തയിലാണ് മഹാത്മാഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അനേകം, ആ ഗാന്ധി കുടുംബം, ഭാരതത്തിൽ അന്നുണ്ടായിരുന്നവർ അവരുടെ എല്ലാം ത്യജിച്ചുകൊണ്ടാണ് ഭാരതത്തെ സ്വതന്ത്രമാക്കുവാൻ, എനിക്കും നിങ്ങൾക്കും ഒരു സ്വതന്ത്ര രാജ്യത്തിൻ്റെ അംഗമായി തീരുവാനുള്ള വലിയ അനുഗ്രഹം ലഭിച്ചത്. ആർഷഭാരത സംസ്കാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവരുള്ള രാജ്യമാണിത്. പല മതങ്ങളിലായി ദൈവവിശ്വാസമുള്ള ലോകത്തിലെ ഏറ്റവും കൂടിയ രാജ്യമാണിത്. അപ്പോൾ ഈ രാജ്യത്ത് ഈ ഒരു ബന്ധം നമ്മൾക്കുണ്ടാകേണ്ടത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, തെറ്റ് പറ്റുന്നിടത്ത് അനുദപിച്ചോണം, സത്യം മനസ്സിലാക്കിക്കോണം, സാത്താൻ്റെ കെണിയിൽ അകപ്പെടരുത്. ആ ഒരു വലിയ ബന്ധം നമ്മൾക്കുണ്ടാക്കി ഒരുമിച്ച് ഒറ്റക്കെട്ടായി പോകുവാൻ, നമ്മളെ രാജ്യത്തെ സ്നേഹിക്കുകയും രാജ്യത്തെ കരുതുകയും രാജ്യത്തിൻ്റെ പൗരന്മാരായിരിക്കുന്ന നമ്മൾക്ക് ആ രാജ്യത്തോടുള്ള കടപ്പാടുകൾ നിർവഹിച്ച് നമ്മളായിരിക്കുന്ന മേഖലകളിൽ, വിശേഷിച്ച് അവരവരായിരിക്കുന്ന മേഖലകളിൽ ദൈവത്തിന് പ്രസാദകരമാവണം യേശുക്രിസ്തു ചെയ്തതുപോലെ പരിശുദ്ധാത്മാവിനാൽ ചെയ്യുവാനുള്ള കൃപ ഇന്ന് ഈ 2024 സ്വാതന്ത്ര്യ ദിനത്തിൽ ദൈവം ഏവർക്കും നൽകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും, ഇന്ന് നമ്മളെ നയിക്കുന്ന നമ്മളുടെ മുഖ്യമന്ത്രിയും നമ്മളുടെ പ്രധാനമന്ത്രിയും നമ്മളുടെ ഗവർണർമാരും നമ്മുടെ പ്രസിഡൻറ്റും എല്ലാ പ്രിയപ്പെട്ടവരും അവർക്കിതിനെല്ലാം ഉള്ള ദൈവീക ശക്തി കൊണ്ട് അവരെ നിറയ്ക്കട്ടെ. നമ്മുടെ രാജ്യത്തിന് വേണ്ടി അതിർത്തി സൂക്ഷിക്കുന്ന നമ്മുടെ കാവൽ ഭടന്മാരായിട്ടുള്ളവർ, അത് കടലിലും ആകാശത്തിലും ഭൂമിയിലുമുള്ള എല്ലാ ഭടന്മാരും, അതോടൊപ്പം തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും, എനിക്ക് നിങ്ങൾക്കും അനുദിനം ജീവിതത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്ന എല്ലാ വിഭാഗങ്ങളും, എന്നാൽ ദൈവം നൽകുന്ന, ദൈവത്തിൻ്റെ ദാനമായി നൽകുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയിലെ വായുവും വെളിച്ചവും ഭക്ഷണവും വെള്ളവും ആഹാരവും പാർപ്പിടവും ഒക്കെ അനുഭവിച്ച് മുൻപോട്ട് പോകാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ,
2024 ഈ സ്വാതന്ത്ര്യ ദിന ആഘോഷത്തിൽ ഭാരതത്തോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ഭാരതത്തിൻ്റെ ഐക്യത്തിനായി, അഖണ്ഡതയ്ക്കായി, സാമുദായിക ഐക്യം ഇന്ന് ദക്ഷിണേന്ത്യ സഭ ചിന്തിക്കുമ്പോൾ ആ ഐക്യത്തിൽ നിലനിൽക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ. ഞങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഞങ്ങളോട് തന്നെ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ മതവിഭാഗ ഭേദമന്യേ ഐക്യം കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങൾ കൃപ തരണമേ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളുടെ പ്രധാനമന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, കർത്താവിൻ്റെ കരുണകൃപ, ഞങ്ങളുടെ MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫംഗങ്ങൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് സർവീസ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകളിൽ ജോലി ചെയ്യുന്നവർ, ബെഡ്രിഡനായിട്ടുള്ളവർ, വിശ്രമജീവൻ നയിക്കുന്നവർ, ജയിലുകളിൽ കഴിയുന്നവർ, വിശ്രമജീവിതം നയിക്കുന്ന വ്യക്തിജീവിതങ്ങൾ, കർത്താവെ, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമാധ്യാപകർ, ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ, കർത്താവിൻ്റെ ദാസന്മാർ, വിവിധ ചാനലുകൾ, ഫോട്ടോഗ്രാഫേഴ്സ്, വിവിധ തരത്തിൽ ലോകമെമ്പാടും കർത്താവിനെ ഉയർത്തുന്നവർ, എപ്പേർപ്പെട്ടവരെ നീ അനുഗ്രഹിച്ച് ആശീർവദിച്ചു കൊള്ളുമാറാകണമേ. കർത്താവെ, ഞങ്ങളുടെ രാജ്യത്ത് ഈ 2024 ഞങ്ങൾ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ അതിനുവേണ്ടി പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും സ്മരിക്കുന്നു. അവരുടെ ജീവിതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ ആഘോഷമായി ജീവിക്കുമ്പോൾ ഞങ്ങളെ കരുതുന്ന ദൈവികമായ സംരക്ഷണവും മാനുഷികമായ സംരക്ഷണത്തിനും ഞങ്ങൾ നന്ദി കരയേറ്റുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.